സിജിക്കുട്ട എന്താ ഫ്രൂട്ട് കസ്റ്റഡ് റെഡിയാക്കി. സിജിക്കുട്ട, ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഫ്രൂട്ട് കസ്റ്റഡ്. സിജിക്കുട്ട ഉണ്ടാക്കുകയല്ലേ? വാ നമുക്ക് മുറിക്കുക. ഇവിടേക്ക് കത്തിയെടുക്ക്. അപ്പൊ ഫ്രൂട്ട് കസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ. ഈ ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിള്, കിവി, സ്ട്രോബെറി, കദളിപ്പഴം, പച്ചമുന്തിരി, കറുത്ത മുന്തിരി, തണ്ണിമത്തൻ, മാതളങ്ങ. കഴുകി വാരി വെച്ച മുന്തിരിയാണ് ഇതൊക്കെ. കളയണ്ട ചീക്കുട്ട. മതി മുന്തിരി, ഇത് മതി, ഇത്ര മതി മുന്തിരി. ഇനി സ്ട്രോബെറി മുറിക്കുക. ചീക്കുട്ടി മുറുക്കി. അങ്ങനെ മുറുക്കി. മുറുക്കി. ഇല മുറിച്ച് മാറ്റി. ഇല മാറ്റി. ഈ ഇല തന്നെ ഇതാ. ഇനി മുറിച്ചിട്. ആപ്പിൾ മുറുക്കി ചീക്കുട്ട. ആപ്പിളൊക്കെ കഴിക്കും. സിജു അതെ കഴിച്ച് അവസാനം കുറച്ച് സിജു കഴിക്കും. ഇതിൻ്റെ തൊലി കളയാണ്. അങ്ങനെ മുറിച്ച് കളയണം ഇതിൻ്റെ തൊലി. കവിച്ച് വയ്ക്കും. ഇനി അത് മുറിക്ക് ശരി. തണ്ണിമത്തൻ ഇതിലോട്ട് കുറച്ച് മുറുക്കി. പകുതി അങ്ങോട്ട് വെച്ചാൽ ഇനിയും മുറുക്കി. ഇനിയും അങ്ങനെ തന്നെ ഇതിൽ വാരിയിട്ടോ. അത് കഴിക്കാൻ പറ്റില്ല സിജു. എല്ലാ ഫ്രൂട്ട്സും എനിക്ക് ടേസ്റ്റ് നോക്കണം. മൂക്ക് വലിക്കുന്നുണ്ടില്ലേ? ഇനി കഴിക്കാൻ പറ്റില്ല സിജു. ഇതിലിട്. ഒന്നും ഉണ്ടായില്ല അവസാനം. ചീക്കുട്ട പഴത്തിൽ ഇനി പഴം എടുത്തിട്ട് ഇതിലിട് സിജു. പഴം എടുത്തിട്ട് അപ്പം നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കാം. അതിന് നമ്മൾ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് പാല് കാച്ചിയെടുക്കാം. കട്ടിയുള്ള പാലാണ്, കട്ടിപ്പാല്. നമ്മളിപ്പോൾ 1 ലിറ്റർ പാലിൽ നിന്ന് 1 കപ്പ് പാല് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാ പറഞ്ഞാൽ ഈ കസ്റ്റർഡ് പൗഡർ അതിൽ കലക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റുണ്ട്. 4 സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഈ പാലിൽ ചേർക്കുക. നമ്മൾ 1 കപ്പ് മാറ്റിയില്ലേ, അതിൽ ചേർന്ന് കലക്കി വയ്ക്കാം. ചീക്കുട്ടി എടുക്കുന്ന 1 കപ്പ് കറക്റ്റ് അളവായിരിക്കണം, കൂടാൻ പറ്റില്ല. 2 കപ്പ് ചീക്കുട്ടി പിടിക്കുക. 2 കപ്പ് പിടിക്കതില്ല. ഇങ്ങനെ ഒപ്പം ഇങ്ങനെ വടിച്ചാൽ കറക്റ്റായി കിട്ടും. 3 കപ്പ്. 4 ടേബിൾ സ്പൂൺ കലക്കി. 4 ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്തിയിട്ടുണ്ട്. നന്നായി കലക്കുക. കട്ടയില്ലാണ്ട് കലക്കണം. കട്ടയുണ്ടാകാൻ പറ്റില്ല. ഇനിയും കലക്ക്. ചേർക്ക്. 2 കൈ കൊണ്ട് പിടിക്കുക. ഈ കുട്ടി ചേർക്ക്. ഇനി നമുക്കിത് കലക്ക് സിജിക്കുട്ട. ഇളക്ക്. നന്നായി ഇളക്ക്. സിജി ബാക്കിയുള്ളത് ഒഴിക്കുന്നു. അങ്ങനെ ഇളക്ക്. മതി. നന്നായി കലരട്ടെ സിജിക്കുട്ട. അടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടിപ്പിടിക്കും, പിന്നെ കട്ടയാകും. അപ്പോൾ അധികം കട്ടയാകാനും പറ്റില്ല. ഇതാ ഈ ഒരു ലെവലിലാക്കിയാൽ നമ്മൾ നിർത്തണം. കുട്ടികൾക്ക് അപ്പോൾ അവരവരിൻ്റെ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര ചേർക്കുക. ഇതാ നമ്മുടെ കുറച്ച് ചേർത്തിയിട്ടുണ്ട്. മിൽക്ക് മേഡ് ആവശ്യത്തിന് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇതാ അപ്പോൾ മിൽക്ക് മേഡും ആവശ്യത്തിന് മധുരമൊക്കെ ഒഴിച്ചു. നല്ല മണമുണ്ട്. അപ്പോൾ കട്ട പിടിക്കാണ്ട് നന്നായി ഇളക്കുക. അപ്പോൾ ഇത് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഈ പാകമായി നമ്മൾ ഓഫാക്കാം. ഇതിപ്പോൾ നന്നായി ആറിയിട്ടുണ്ട്. നമുക്കിനി ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കരുത്, ഒന്ന് തണുപ്പിച്ചെടുക്കാം.
അപ്പോൾ കസ്റ്റർഡ് ഫ്രിഡ്ജിൽ നിന്ന് തണുത്തതെന്ന് എടുത്തിട്ട് വന്നാണ്. അപ്പോൾ തണുപ്പ് നന്നായിട്ടുണ്ട്, ഒരുവിധം തണുപ്പുണ്ട്. അപ്പോൾ ശുചിക്കുട്ടൻ എന്താ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റർഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ ചേർത്ത് യോജിപ്പിക്കാം. ശുചിക്കുട്ട ഫ്രൂട്ട്സ് ഒക്കെ ഇതിലിട്ടോ. എന്നാ അതെടുത്തിട്ട് ശുചിക്കുട്ട എടുത്തിട്ടോ ഓരോന്നായി ചേർക്ക്. ശുചിക്കുട്ടി ചേർക്ക്, ഓരോന്നായി ചേർക്ക്. കസ്റ്റഡിൽ നന്നായി യോജിച്ച് വരട്ടെ ഫ്രൂട്ട്സുകളൊക്കെ. ഫ്രൂട്ട്സൊക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം കേട്ടാ. ഫ്രൂട്ട്സ് കസ്റ്റഡൊക്കെ ഉണ്ടാക്കി ശരിക്കൂട്ട ടേസ്റ്റ് ചെയ്യുന്ന സൂപ്പറായിട്ടുണ്ട് ശരിക്കൂട്ട. ഇത് നന്നായി തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് കഴിക്കുക. അപ്പോൾ സിജുവിന് ജലദോഷമൊക്കെ വരും, അത് കാരണം സിജുക്കുട്ടനൊക്കെ ഇപ്പോൾ കൊടുക്കുകയാണ്. ശുചിക്കുട്ട തരാം, മാമ തരാ, ശുചിക്കുട്ടിക്ക് തരാം കേട്ടാ. ശുചിക്കുട്ടിക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ജലദോഷം വരും, അധികം തണുക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഈ ശുചിക്കുട്ട ഇവിടെ കഴിച്ചും കഴിഞ്ഞു.